ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇപ്പോൾ അമേരിക്ക ഞങ്ങൾ ഇടപെട്ടാണ് യുദ്ധമൊക്കെ നിർത്തിയെന്ന് പറയുന്നു. നമ്മളത് അങ്ങനെയല്ല എന്ന് പൊളിച്ചു കൊടുക്കുന്നു. വീണ്ടും പാകിസ്ഥാനെ സഹായവുമായിട്ട് പാകിസ്ഥാന് പിന്തുണയുമായിട്ടൊക്കെ അമേരിക്ക ഒരു നിഴൽ പോലെ നിൽക്കുന്നുണ്ട്. പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഇത്ര അടുപ്പം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അത് മാറുന്ന ജിയോ പൊളിറ്റിക്സാണ്, ഈ ഭൗമരാഷ്ട്രീയമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചൈനയാണ് ഇപ്പം അമേരിക്കയുടെ ഇപ്പം നിലവിൽ നേരിട്ടുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. കാരണം ചൈന മാനുഫാക്ചറിങ്ങിലാണ് വല്ലാണ്ട് കുതിച്ചു മുമ്പോട്ട് കയറിയത്. പക്ഷേ അമേരിക്ക പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നതും മാനുഫാക്ചറിങ്ങിലാണ്. അവർ സർവീസ് സെക്ടറിലേക്കാണ് അമേരിക്ക വീണ്ടും ആധിപത്യം നിലനിർത്തിയിട്ടുള്ളത്. പിന്നെ ഈ മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയും ചൈനയും ഒരേപോലെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അമേരിക്ക ഇപ്പോഴും അവരുടെ ഈ ലോകത്തിലെ ഒന്നാം സ്ഥാനം ആണ്. അത് എക്കാലവും ഞങ്ങളുടെ അങ്ങനെ നിലനിൽക്കും എന്നുള്ളൊരു ധാരണ വെച്ച് പുലർത്തുന്ന ഒരു സമൂഹവും ഭരണകൂടവും സ്റ്റേറ്റും ഒക്കെയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലനിർത്തുന്നതിന് ഇവിടെ അവർക്കൊരു താവളം ആവശ്യമാണ്. ഇവിടെ മറ്റേ സ്കൈ ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ ഖ്വാജ ആസിഫ് പറയുകയുണ്ടായി, കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ ഈ ഡയറക്റ്റി ബിസിനസ്, അതായത് ഭീകരവാദത്തിനെ പരിശീലിപ്പിക്കുന്നവരാണ് തുടരുകയാണെന്നുള്ളത്. അതിൻ്റെ ഒരു പാകിസ്ഥാൻ മൊത്തം തന്നെ ഈ അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് എടുക്കത്തക്ക രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്നത്. ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ആ സമയത്താണ് തൊട്ട് മുമ്പാണ് തൊട്ട് മുമ്പാണോ അതിന് ശേഷമാണോന്നറിയില്ല, മറ്റേ IMF നിന്ന് $1 ലക്ഷം അതിനുശേഷം $1 ലക്ഷം ബെയിൽ ഔട്ട് കിട്ടിയത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലായി, ഇപ്പോൾ IMF നിന്ന് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിലും വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബോഡികളിലെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം നടക്കുന്നത്. അതെ, അപ്പോൾ അവരുടെ ഒരു പ്രഷർ ഇല്ലാതെ നടക്കത്തില്ല. അപ്പോൾ UN ആണെങ്കിൽ എന്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ താല്പര്യം എന്താണോ, വികസിത രാജ്യങ്ങളുടെ താല്പര്യം എന്താണോ, അത് വളരെ തന്ത്രപരമായി നടപ്പിലാക്കാനുള്ള ഒരു പോളിഷ്ഡ് ഫേസ് ആണ് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ബോഡികളെല്ലാം തന്നെ. ഇതിന് പറയുന്നത് നമ്മളുടെ ഇവിടെയൊക്കെ എപ്പോഴും നമ്മുടെ ഡോക്ടർമാരൊക്കെ ഉദ്ധരിക്കാറുള്ള സംഗതിയാണല്ലോ, ഈ ലോകാരോഗ്യ സംഘടന ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതുപോലും നമ്മുടെ ഇവിടുത്തെ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളൊക്കെ ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളുടെ അന്തിമമായ ഒരു മാനദണ്ഡം എടുക്കുക ചെയ്യുന്നു. അതുപോലും അവരുടെ പാരഫിസിറ്റിക്കൽ വിപണിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ്. പക്ഷേ അതിൻ്റെ മുമ്പിലുള്ള സംഗതി ലോകത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ശ്രദ്ധയുണ്ട് എന്നുള്ളത് വരുത്തി തീർത്തിട്ടാണ് ഈ ലോകാരോഗ്യ സംഘടനാ മാനദണ്ഡങ്ങളും എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സംഘടനകളിലും അമേരിക്കയുടെ താല്പര്യം, അവരുടെ വിപണിയുടെ താല്പര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ഈ മാറുന്ന ഭൗമരാഷ്ട്രീയത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ സംഘർഷങ്ങൾ എടുത്ത് നോക്കുക. ഇപ്പോൾ ന്യൂക്ലിയർ സംഘർഷം, ഇറാൻ, ഇപ്പോൾ ഈ ഭാഗത്തുള്ള ഈ തായ്വാൻ, ഫിലിപ്പൈൻസ്, ഇപ്പോൾ ഫിലിപ്പൈൻസ് അമേരിക്കയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തായ്വാനിൽ ആൾറെഡി സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ സൗത്ത് ചൈന സീയിൽ ചൈന അവരുടെ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജപ്പാനും ചൈനയുടെ ഭീഷണി നേരിടുന്നു എന്നുള്ള സംഗതി വരുന്നു. അപ്പോൾ അവിടെയും നിൽക്കുന്നത് ആരുടെ ആർമിയാണ്? അമേരിക്കയുടെ ആർമിയാണ്, അല്ലേ? സൗത്ത് കൊറിയയിൽ ആരുടെ ആർമിയാണ്? സൗത്ത് കൊറിയയിലും അമേരിക്കയുടെയാണ്. അപ്പോൾ അവിടെ നോർത്ത് കൊറിയ മാത്രമേ അവിടെ ഒന്ന് മാറി നിൽക്കുന്നുള്ളൂ. അപ്പം ജപ്പാൻ, സൗത്ത് കൊറിയ, അതേപോലെ തന്നെ ഫിലിപ്പൈൻസ്, തായ്വാൻ, അങ്ങനെ ഇറങ്ങി വരുന്ന സമയം, പിന്നെ അതുപോലെ ഇറാനിലേക്കും ഇറാനുമായിട്ടുള്ള ഇപ്പോൾ ന്യൂക്ലിയർ ഈ ചർച്ച എങ്ങുമെത്താൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേ ഒരു സമവായത്തിലേക്ക് വന്നെങ്കിൽ അത് വീണ്ടും ആവുന്നോണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളുള്ള ഇവരുടെ ഈ എയർ ബേസുകൾ, അതോടൊപ്പം തന്നെ ചൈന പനാമയിലൂടെ കടന്നു കയറി ഗ്രീൻലാൻഡിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുന്ന ചൈനയുടെ ആധിപത്യവും സാമ്രാജ്യത്വ വികാസവും. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു പോയിന്റാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാന് ഈ $1 ലക്ഷം IMF കൊടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് $40 ബില്യൺ വേൾഡ് ബാങ്ക് ലോൺ കൊടുത്തിരിക്കുന്നു. ഇന്നലെ കൊടുത്തിരിക്കുന്നു ADB $80 മില്യൺ, ഏതാണ്ട് 9,000 കോടി രൂപ എടുത്ത് ADBയും കൊടുത്തിരിക്കുന്നു.
അപ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതെല്ലാം ഇപ്പോൾ ഈ പാകിസ്ഥാന് കൊടുക്കുന്ന ഈ എമൗണ്ട് മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്ന സംഗതി, ഇതിനിടയ്ക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫിലോസോഫിക്കൽ ലാഫ്റ്ററിന് സ്കോപ്പുള്ളൊരു സംഗതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഈ പിന്നെ ഭീകരവാദത്തിനെതിരെയുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഈ കമ്മിറ്റിയാണ് ഈ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് സാങ്ഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം, ഭീകരവാദത്തിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ നഴ്സറി എന്ന് പറയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് ഈ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഈ കമ്മിറ്റിയുടെ ഈ ഭീകരവാദത്തിനെതിരെയുള്ള കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. അപ്പം ഈ രീതിയിലാണ് നമ്മളുടെ അതുകൊണ്ടാണ് ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്ക വളരെ ഓപ്പണായിട്ടാണ് പാകിസ്ഥാന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ട്രംപിന്റെ ഏറ്റവും വലങ്കൈയാണ് മറ്റേ ഗോൾഫ് കളി സുഹൃത്താണ് സ്റ്റീവ് വിറ്റ്കോഫ്. സ്റ്റീവ് വിറ്റ്കോഫിന്റെ മകന്റെ കമ്പനിയാണ് ലിബർട്ടി കമ്പനി എന്ന് പറയുന്ന ഫിനാൻസ് കമ്പനിയാണ് ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിന് ഏതാണ്ട് 24 മണിക്കൂറിന് മുമ്പ് പാകിസ്ഥാനുമായിട്ട് കരാറിൽ ഏർപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭാഗത്ത് ട്രംപിന്റെ വ്യക്തിപരമായിട്ടുള്ള ട്രേഡ് ബന്ധങ്ങൾ, ആ ട്രേഡ് ബന്ധങ്ങൾ അതിന്റെ കരാറുകളും ബന്ധങ്ങളും നടത്തുന്ന കക്ഷിയാണ് ഇപ്പം ട്രംപിന്റെ വിദേശ നയം തന്നെ അതാണ്. അതുകൊണ്ടാണ് ഈ ട്രംപിന്റെ വിദേശ നയത്തിന്റെ ഈ വക്താവായിട്ടും ഏജന്റായിട്ടും യാതൊരുവിധമായിട്ടുള്ള വിദേശ ധാരണയുമില്ലാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഈ സ്റ്റീവ് വിറ്റ്കോഫ് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. ആ വിറ്റ്കോഫിന്റെ മകന്റെ കമ്പനിയും പാകിസ്ഥാനുമായിട്ടാണ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേരിൽ ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഈ പാകിസ്ഥാന്റെ സ്ട്രാറ്റജിക് പൊസിഷനിൽ അത് നിയന്ത്രണത്തിൽ വരുമ്പോഴാണ് ഇവർക്ക് ഈ മേഖലയിൽ, ഉദാഹരണത്തിന് തായ്വാൻ ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, ചൈനയുടെ ഭാഗമാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചൈന. അതെ, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന ഒരു ടെൻഷനായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും. മാത്രമല്ല ചൈന എന്ന് കഴിഞ്ഞ ദിവസം ഈ ചൈനയുടെ ഒരു ഡിപ്ലോമാറ്റ് ഉണ്ട്, ബെയ്ജിങ് ആസ്ഥാനമായിട്ടുള്ള ഈ ഗ്ലോബലൈസേഷൻ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ TV-യിലൊക്കെ സ്ഥിരം അഭിമുഖത്തിന് വരുന്നത് ഇയാളാണ്, ഈ വിക്ടർ ഗൗ എന്ന് പറയുന്നത്. അയാള് വളരെ ഇലക്കൻ്റായിട്ട് ഈ ഷീ ജിൻപിങ്ങിന് പറയാനുള്ള സംഗതി മുഴുവനാണ് പറയുന്നത്. അപ്പോൾ മെനിഞ്ഞാന്ന് നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ റെഡിയാണ്, അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് റെഡിയാണ്, പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണ്, അത് ഏത് വേണമെങ്കിലും നിശ്ചയിക്കാം, ട്രേഡ് കൊണ്ട് യുദ്ധം ചെയ്യണോ ചെയ്യാം, അതല്ല ടെക്നോളജി യുദ്ധമാണോ അതും ചെയ്യാം, അതല്ല കൺവെൻഷണൽ യുദ്ധമാണോ അതും ചെയ്യാം, അമേരിക്കയ്ക്ക് തിരഞ്ഞെടുക്കാം, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. അപ്പം ഈ ഒരു പൊസിഷനിലാണ് ചൈന നിൽക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാകിസ്ഥാനിലേക്ക് ഈ എമൗണ്ട് മുഴുവൻ ഒഴുകിയെത്തുന്നത്. പക്ഷേ അതിൻ്റെ ആ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കില്ലേ? കാരണം ഇവർക്ക് ഇപ്പം ഈ പണം കൂടുതലായി കിട്ടുക എന്ന് പറഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് കൂടുതൽ ആയുധങ്ങൾ മേടിക്കുക എന്നുള്ളത് ഇവരുടെ അടുത്ത ചിന്ത. ഈ ആയുധങ്ങൾ മേടിക്കുന്നത് കൂടാതെ തന്നെ ഈ പണത്തിൻ്റെ വലിയൊരു ഭാഗം അവിടുത്തെ രാഷ്ട്രീയക്കാരും പട്ടാള മേധാവികളും ടെററിസ്റ്റുകൾക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ആ പണം ഉപയോഗിച്ചിട്ട് ഈ പട്ടാള മേധാവികളും അതുപോലെ രാഷ്ട്രതലവന്മാരും വേണമെങ്കിൽ രാജ്യം വരെ വിട്ടുപോയിട്ട് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിച്ചു, നമ്മുടെ കുറച്ച് ആണവായുധമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ രാജ്യം നശിച്ചാൽ എന്താ, ഇന്ത്യ തകർത്തുകളെ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലേക്ക് അവർ കാരണം ഭ്രാന്തമായ ആശയങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരല്ലേ. തീർച്ചയായിട്ടും. അല്ല, ഇന്ത്യക്ക് ജാഗ്രത കൂടുതൽ വേണ്ടൊരു അവസ്ഥ. കാരണം ഇന്ത്യക്ക് ഈ പറഞ്ഞ നമ്മളുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വല്ലാണ്ട് വർദ്ധിക്കും. അതെ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഈ ഷെയ്ഖ് ഹസീനെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടയാക്കുന്നിടം വരെ നമുക്ക് ബംഗ്ലാദേശിന്റെ നമ്മുടെ ഈസ്റ്റേൺ ബോർഡർ എന്ന് പറയുന്നത് റിസ്ക് അല്ല, വേറെ 4000 കിലോമീറ്ററോളം 4000 കിലോമീറ്റർ ഉണ്ട്. ഈ 4000 കിലോമീറ്റർ നമുക്ക് ഏകദേശം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്ന് വീട്ടുജോലി ചെയ്തിട്ട് ഇന്ത്യയിൽ വന്ന് വീട്ടുജോലി ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾക്ക് അവിടെ നിന്ന് വരുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയും നമുക്ക് പടിഞ്ഞാറൻ ബോർഡർ പോലെ നമുക്കിനി കാക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. മാത്രമല്ല ചൈന നമ്മുടെ ഈ സിലിഗുരി ചിക്കൻ നെക്ക് കോറിഡോറിനടുത്തേക്കുള്ള എയർബേസ് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു ഭീഷണി എന്ന് പറയുന്നത് പാകിസ്ഥാൻ എക്യുപ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഈ പറയുന്നത്
$40 ബില്യൺ വേൾഡ് ബാങ്ക്, 1 lakh ബില്യൺ പിന്നെ ഡോളർ പിന്നെ IMF കൊടുത്തു. ഇപ്പോൾ ADB $80 മില്യൺ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ചെലവഴിക്കാൻ പോകുന്നത്, എങ്ങനെ ചെലവഴിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഈ ആസിഫ് മുനീർ ആയിരിക്കും. മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് നടത്തുന്നത് ആസിഫ് മുനീറിന്റെ പട്ടാളമാണ്. അപ്പം ഈ രീതിയിൽ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ വലിയൊരു എമൗണ്ട് പോകുന്നത് ഇത്തരം സംഗതികളിലേക്കായിരിക്കും. അതായത് ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനും ഇതിനേക്കാൾ സജ്ജം. ഇപ്പം ഇന്ത്യ ഇപ്പം കയറി എല്ലായിടത്തും ആ കറക്റ്റ് സ്പോട്ട് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാറ്റലൈറ്റ് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഭീകരവാദികളെ ട്രെയിൻ ചെയ്യിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഈ ആയുധശേഖരം വർദ്ധിപ്പിക്കുക. പിന്നെ ഈ ഇന്ത്യക്ക് ആക്രമിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയുടെ ഭീഷണി എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതല്ല. കാരണം അവരുടെ നേവൽ ബേസ് വരെ അവരുടെ മിലിറ്ററി ബേസിന് തൊട്ട് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വരെ നമ്മൾ പോയി അടിക്കുകയുണ്ടായി. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനെ നിലനിർത്തിക്കൊണ്ട് തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ജനതയാണെന്നുള്ള സംഗതിയാണ്. ഈ സമീപ നൂറ്റാണ്ടിൽ പോലും പാകിസ്ഥാൻ ജനതയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ നമുക്കൊരു വഴി കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആകെയുള്ളൊരു സംഗതി എന്ന്, പക്ഷേ അതുപോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇമ്രാൻ്റെ അനുയായികളും ആസിഫ് മുനീറും തമ്മിലിപ്പം നേരിട്ട് ഏറ്റുമുട്ടലിൻ്റെ ഒരു വക്കിലെത്തിയിരിക്കുകയാണ്. ഇനി അത് ഏതെങ്കിലും ഒരു മാറ്റത്തെ സൃഷ്ടിക്കുമോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ പാകിസ്ഥാൻ മിലിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താങ്ങാനാകാത്ത മിലിറ്ററിയാണ്. എന്തിനാണ് അത്രയും മിലിറ്ററി? അതെ. ഇപ്പോൾ ഒരു 50 കിലോ വെയിറ്റ് ഉള്ളൊരു വ്യക്തി ഒരു 500 കിലോ വെയിറ്റ് തലയിൽ ചുമന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ മിലിറ്ററി സൂക്ഷിക്കുന്നത്. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള അമേരിക്കയുടെ താല്പര്യമാണെങ്കിലും പിന്തുണയാണെങ്കിലും മറ്റെല്ലാം ഇപ്പം ലഭിക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ നമുക്കും അനുകൂലമായ സാഹചര്യമല്ല ഒരുക്കുന്നത്. കാര്യം നമുക്ക് കൂടുതൽ ജാഗ്രതയിലേക്കും കൂടുതൽ ചെലവിലേക്കും പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ അമേരിക്കയുടെ സ്വാധീനത്തോടെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ഒക്കെ തന്നെ വൻതോതിൽ പാകിസ്ഥാന് സഹായം സാമ്പത്തികമായിട്ട് നൽകുന്നു എന്ന് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. അതിർത്തിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയം കൂടിയാണെന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോൾ ഇന്ത്യ ആ രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പം ഇന്ത്യ ഇപ്പം ജെറ്റ് നിർമ്മാണത്തിലേക്കും അതേപോലെ ആയുധ നിർമ്മാണത്തിലും ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ നമ്മളുടെ ഈ ആയുധങ്ങളുടെ പെർഫോമൻസ്, ഇന്ത്യയിൽ ഇൻഡിജിനിയസ് ആയിട്ട് നമ്മുടെ ഇവിടെ നിർമ്മിച്ച ആയുധങ്ങളുടെ പെർഫോമൻസ് ലോകത്തിന് കാണാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. ഒരു ഡെമോൺസ്ട്രേഷനാണ് ശരിക്കും നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ സ്വാഭാവികമായിട്ട് ആയുധ വിപണിയും വികസിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പം ജെറ്റ് വിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ പിന്നെ നമ്മുടെ പദ്ധതികൾ തയ്യാറാക്കുകയും ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴുള്ള മുമ്പോട്ട് കുതിപ്പ് നിലനിർത്താനുള്ള ശ്രമങ്ങളിലൂടെയും ഒക്കെ അതിജീവിക്കേണ്ടി വരുമല്ലേ. നമുക്ക് കാത്തിരിക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.